വാട്ട് ഈസ് യുവർ ട്രൂ വാല്യൂ? എന്താണ് നിങ്ങളുടെ യഥാർത്ഥ വില? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മളിൽ പലരും ചിന്തിക്കാത്തതും എന്നാൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മളുടെ സ്വന്തം മൂല്യം, നമ്മളുടെ വില, പേഴ്സണൽ വാല്യൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് നിങ്ങളുടെ വാല്യൂ തീരുമാനിക്കുന്നത് എന്ന്? നിങ്ങളുടെ ശമ്പളമാണോ, നിങ്ങളുടെ ലുക്കാണോ, അതോ നിങ്ങളുടെ ജോലിയാണോ? ഇന്ന് പലരും ചിന്തിക്കുന്നത് വലിയ ബംഗ്ലാവും വലിയ പണക്കാരനും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ആളുകൾക്കുമാണ് വാല്യൂ എന്നാണ് ഇന്ന് ലോകത്തിലുള്ള എല്ലാവരും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചിന്തിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ മൂല്യം എന്താണെന്നും അത് എങ്ങനെ ഉയർത്താമെന്നുമാണ്. വീഡിയോ പൂർണ്ണമായി കാണുക. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റിയേക്കാം. 1. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് വേണ്ട. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വാല്യൂ മറ്റുള്ളവർ അളക്കുന്നതിന് വേണ്ടി ഒരു സ്കെയിൽ നമ്മൾ അവരുടെ കയ്യിൽ കൊടുക്കും. അവർ നമ്മളെ പുകഴ്ത്തുമ്പോൾ നമ്മൾ സന്തോഷിക്കും. എന്നാൽ അവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴോ അവഗണിക്കുമ്പോഴോ നമ്മൾ വളരെ സങ്കടമുള്ളവരായി തീരാറുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു 500 രൂപയുടെ നോട്ടെടുത്ത് നമ്മൾ നിലത്തിട്ട് ചവിട്ടി എത്ര ചുരുട്ടിയാലും ആ രൂപയുടെ വില ആ 500 തന്നെയായിരിക്കും അതിൻ്റെ മൂല്യം. നിങ്ങളുടെ ജീവിതത്തിലും പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് കുറവ് പറയുമ്പോഴോ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അവിടെ നിങ്ങളുടെ മൂല്യം കുറയാൻ പോകുന്നില്ല. നിങ്ങളുടെ മൂല്യം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത് മറ്റുള്ളവരല്ല, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതിനെയാണ്. ഇതിനെ സെൽഫ് വർത്ത് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് എംപതി, ബൗണ്ടറീസ്, നമ്മുടെ ക്യാരക്ടർ, ഇതൊക്കെയാണ് ഒരു വ്യക്തിയുടെ മൂല്യം നിശ്ചയിക്കുന്ന ഘടകങ്ങൾ. അങ്ങനെയെങ്കിൽ എന്താണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ മൂല്യം നൽകുന്നത്? ഒന്നാമതായി നിങ്ങളുടെ സ്വഭാവം. നിങ്ങൾ ആരും കാണാത്തപ്പോഴും നിങ്ങൾ എന്തുമാത്രം സത്യസന്ധനാണ് എന്നതാണ് ഒന്നാമത്തെ നിങ്ങളുടെ മൂല്യം. പണം ഇന്ന് വരും അല്ലെങ്കിൽ നാളെ പോകും. നല്ലൊരു സ്വഭാവം എപ്പോഴും നിങ്ങളുടെ കൂടെ കാണും. രണ്ടാമതായി നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ അറിവ്, സ്കിൽ ആൻഡ് നോളേജ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലോ നിങ്ങളുടെ മേഖലയിലോ നിങ്ങൾ എത്രത്തോളം മികച്ചതാണ് എന്നതാണ് നിങ്ങളുടെ വാല്യൂ. ഇത് നിങ്ങളുടെ വാല്യൂ കൂട്ടും. പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിക്കാൻ തയ്യാറാവുക. മറ്റുള്ളവരോട് എപ്പോഴും നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞും താഴ്ന്ന ആളുകളോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്, നിങ്ങളുടെ വാല്യൂ അളക്കേണ്ടത് ഇതൊക്കെ നോക്കിയാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവർക്ക് മാത്രമേ നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് ബഹുമാനം തിരിച്ച് കിട്ടുകയുള്ളൂ. ഇനി നമ്മളുടെ വാല്യൂ മറ്റുള്ളവരുടെ മുൻപിൽ എങ്ങനെ കൂട്ടാം എന്ന് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നോ പറയാൻ പഠിക്കുക. എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കാൻ നടക്കരുത്. നിങ്ങളുടെ താല്പര്യങ്ങൾക്കും നിങ്ങളുടെ സമയത്തിനും നിങ്ങൾ വാല്യൂ കൊടുക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നോ പറയാൻ പഠിച്ചാൽ നിങ്ങളുടെ വാല്യൂ കൂടും. നിങ്ങളുടെ അതിരുകൾ നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. മറ്റുള്ളവർക്ക് നിങ്ങളോട് എങ്ങനെയും പെരുമാറാം എന്നുള്ള അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. നിങ്ങളെ ബഹുമാനിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ദിവസവും ഒരു പേജ് പുസ്തകമെങ്കിലും വായിക്കുക. പുതിയ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക.
ആരോഗ്യം സംരക്ഷിക്കുക. നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ലോകം നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. ഇതിനെക്കുറിച്ച് ഞാൻ ചെറിയൊരു കഥ പറയാം നിങ്ങളോട്. ഒരു മോൻ തൻ്റെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ജീവിതത്തിൻ്റെ വില എന്താണെന്ന്. അച്ഛൻ തിളങ്ങുന്ന ഒരു കല്ല് ആ മോന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വിൽക്കരുത്. നീ മാർക്കറ്റിൽ കൊണ്ടുപോയി ഇതിന്റെ വില എത്രയാണെന്ന് അവിടെയുള്ള കടകളിൽ ചോദിക്കണം എന്ന് പറഞ്ഞു. അവൻ ആദ്യമായിട്ട് ഒരു പച്ചക്കറി കടയിലാണ് ചെന്നത്. അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ വില? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സാധനത്തിന് ഒരു 2 കിലോ ഉള്ളി തരാം എന്ന് പറഞ്ഞു. പിന്നീട് അവൻ പോയത് ഒരു സ്വർണ്ണക്കടയിലാണ്. സ്വർണ്ണക്കടക്കാരനോട് ചോദിച്ചു, ഇതിന് എത്ര രൂപ വില വരും? അപ്പോൾ ആ സ്വർണ്ണക്കടക്കാരൻ പറഞ്ഞു, ഞാൻ ഇതിന് 1,00,000 രൂപ നിനക്ക് തരാം എന്ന് പറഞ്ഞു. പിന്നീട് അവൻ പോയത് ഒരു രത്ന വ്യാപാരിയുടെ അടുത്താണ്. അദ്ദേഹം ഇവനോട് പറഞ്ഞു, ഈ കല്ലിന് അദ്ദേഹം അതെല്ലാം നന്നായിട്ട് ഉരച്ച് നോക്കി, നല്ലതായി നിരീക്ഷിച്ചു ആ കല്ലിനെ. അതിനുശേഷം അദ്ദേഹം ആ മോനോട് പറഞ്ഞു, ഇതിന് വില മതിക്കാത്ത അത്രയും വിലയാണ് ഇതിനുള്ളത്. ഇത് അപൂർവമായ ഒരു രത്നമാണ്. എൻ്റെ കട മുഴുവൻ തന്നാലും ഇതിന് ഉള്ള വിലയാവില്ല എന്ന് അദ്ദേഹം ആ മോനോട് പറയുവാനിടയായി. എന്നാൽ ചിലർക്ക് നിങ്ങൾ 2 കിലോ ഉള്ളിയുടെ വിലയായിരിക്കും. എന്നാൽ ചിലർക്ക് നിങ്ങൾ പറഞ്ഞു തീരാൻ പറ്റാത്ത ആ രത്നത്തിൻ്റെ വിലയായിരിക്കും ചിലർ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളെ തിരിച്ചറിയുന്നവർക്ക് നിങ്ങളൊരു രത്നമായിരിക്കും. നിങ്ങൾ എവിടെ ഇരിക്കുന്നു, നിങ്ങൾ ആരുടെ കൂടെ സമയം ചിലവഴിക്കുന്നു എന്നതായിരിക്കും നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ വില. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ വില മറ്റുള്ളവർ നിശ്ചയിക്കാനുള്ള അവസരം നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ അതുല്യനാണ്. നിങ്ങളെപ്പോലെ ഒരാൾ ഈ ലോകത്തിൽ ഇല്ല. നമ്മൾ തന്നെ നമ്മൾക്ക് വില കൽപ്പിച്ച് മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ ആഗ്രഹം ഉള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.